പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ മലയാളം മലയാളം ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. HSST PSC പരീക്ഷാ പരിശീലനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ ചിലതറിയാമായിരിക്കാം, ചിലത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകാം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ നമ്മുടെ കേരളത്തിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു സംസ്ഥാന പദവി ലഭിച്ചതിന് ശേഷം ഭാഷാപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് അങ്ങനെ ഒരു പ്രപ്പോസലിന് ആ ഒരു പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് വന്നത് അന്ന് പിന്നീട് മുഖ്യമന്ത്രിയായി തീർന്ന EMS, ആദ്യത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു. അദ്ദേഹം അത് രൂപീകരിച്ച് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സ്ഥാപക ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടത് NV കൃഷ്ണവാര്യരായിരുന്നു, അധ്യാപകനായ. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ EMS നമ്പൂതിരിപ്പാട്. എന്നാൽ അതിൻ്റെ സ്ഥാപക ഡയറക്ടർ, ആദ്യത്തെ സ്ഥാപക ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം NV കൃഷ്ണവാര്യരാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. MK ഗൗരി വിവർത്തനം ചെയ്ത ദ സ്റ്റേജ് വിത്ത് ടു ഹോൺസ് അത് എഴുതിയത് ആരാണ്? വിവർത്തിത കൃതിയുടെ പേരെന്താണ്? അത് ഏത് പേരിലാണ് വിവർത്തനം ചെയ്തത് എന്നാണ്? സുധാമൂർത്തിയാണ് എഴുതിയത്. അത് MK ഗൗരി വിവർത്തനം ചെയ്തത് രണ്ട് കൊമ്പുള്ള മുനി എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, അതുപോലെ തന്നെ വയലാർ അവാർഡ്, വളരെ പ്രസിദ്ധമായ അവാർഡുകളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അവാർഡുകൾ നേടിയ വൈലോപ്പിള്ളിയുടെ കൃതിയാണ്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും വയലാർ അവാർഡും നേടിയ വൈലോപ്പിള്ളി കൃതി വിട എന്ന കൃതി. വിട വിഭാവരിയല്ല, അത് ഏറിന് കൃതിയാണ്. വിട എന്ന കാവ്യകൃതിയാണ് അർത്ഥമായത്. ഗോസ്പൽ ഓഫ് ബുദ്ധിസം എന്ന കൃതിയുടെ സ്വാധീനമുള്ള മലയാള കൃതി ഏതാണ്? ഗോസ്പൽ ഓഫ് ബുദ്ധിസം എന്ന കൃതിയുടെ സ്വാധീനമുള്ള മലയാള കൃതി നമ്മുടെ കുമാരനാശാൻ്റെ കരുണയാണ്. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച 3 കവികൾ ആരൊക്കെയാണ്? ഇത് ABC എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്ഷൻ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ എഴുതേണ്ടുന്ന കാര്യമാണ്. കാരണം ഈ കാര്യത്തിൽ ഭക്തിപ്രസ്ഥാനം തുടങ്ങിയത് യഥാർത്ഥത്തിൽ രാമചരിത കാലത്താണെന്ന്, 14-ാം ശതകത്തിന് മുൻപാണെന്ന്, അതിന് ശേഷമാണെന്ന് ഒരഭിപ്രായമില്ല. അപ്പോൾ അതിനെ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം 18-ാം ശതകം വരെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ കാണുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളവരെ മാത്രം പരിഗണിക്കുന്നു. ഇവിടെ എഴുത്തച്ഛൻ, പൂന്താനം, മേറ്റത്ത്. എന്നാൽ അതേസമയം ഓപ്ഷനിൽ മറ്റുള്ളവരുണ്ട് എങ്കിൽ വേറൊരു കാലഘട്ടത്തിൽ ആൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ വേണം പ്രാധാന്യം കൊടുക്കാം. കണ്ണശന്മാരെല്ലാം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താക്കളാണ്. പക്ഷേ ആ ഓപ്ഷനിൽ വരുന്നില്ല എങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ആധുനിക കാലഘട്ടത്തിൽ ഭക്തിപ്രസ്ഥാന കവികളെന്ന് പറയാവുന്നത് എഴുത്തച്ഛൻ, പൂന്താനം, മേറ്റത്ത് തുടങ്ങിയവരാണ്. 12-ാം മുതൽ 15-ാം ശതകം വരെ ജീവിച്ചിരുന്ന കവികൾ ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? 12-ാം ശതകം മുതൽ 15-ാം ശതകം വരെ ജീവിച്ചിരുന്ന കവികൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാമചരിതം എഴുതിയ രാമചരിതകാരൻ മുതൽ ഉള്ള പല കവികളും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പരിധിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. തിരുവനന്തപുരം എഴുതിയ ഗോവിന്ദൻ ഉൾപ്പെടെ. അപ്പോൾ എന്നാൽ ആ ഒരു 14-ാം ശതകം വരെയുള്ള ആ ഒരു കാലയളവിലുണ്ട്, 14-15 ശതകം വരെയുള്ള കാലയളവിലുണ്ട്. പക്ഷേ ഈ 15-ാം ശതകത്തിൽ എഴുതിയ ചെറുശ്ശേരികൾ അത് പൂർണ്ണമായിട്ടും ഭക്തി ലഹരിയാണ് എന്ന് പറയാൻ പറ്റുകയില്ല. കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് കൃഷ്ണഗാഥയിൽ.
പക്ഷെ ഭക്തിക്ക് ഇവിടെ അമിതമായ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതുവരെയുള്ള കവികളെ എടുത്തു കഴിഞ്ഞാൽ ആ താരതമ്യേന ഭക്തിയിൽ ഉണ്ടെന്ന് പറയാമെങ്കിലും താരതമ്യേന ആരുടെ കൃതികളിലാണ് പിന്നെ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് നിരണം കവികൾ എന്നാണ് പറയുന്നത്. ശിവരാത്രി മഹാത്മ്യം എഴുതിയ രാമപ്പണിക്കർ അല്ലേ, കണ്ണശരാമായണം, കണ്ണശഭാഗവതം എഴുതിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ രാമപ്പണിക്കരുടെ ഏതാണ് ഭാഷാ ഭഗവത്ഗീത എന്നുള്ള കൃതി, അതുപോലെ ശങ്കരപ്പണിക്കരുടെ ഭാരതമാല, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കൃതികളെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്തി പ്രസ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തത് 12-15 ശതമാനത്തിനിടയിൽ ഈ 14 ശതമാനത്തിൽ ജീവിക്കുന്ന എണ്ണം കവികളാണ്. പെയ്തൊഴിഞ്ഞപ്പോൾ എന്ന 11 ചെറുകഥകളുടെ സമാഹാരം ഒരു ആധുനിക ചെറുകഥാകൃത്ത് എഴുതിയിട്ടുണ്ട്. പെയ്തൊഴിഞ്ഞപ്പോൾ എന്നാണ് ആ ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര്. അതിനകത്ത് 11 ചെറുകഥകളാണുള്ളത്. അപ്പോൾ പെയ്തൊഴിഞ്ഞപ്പോൾ എന്ന ചെറുകഥയിൽ എത്ര കഥകളുണ്ട് എന്ന് ചോദിച്ചാൽ 11 ചെറുകഥകൾ. ആരാണ് ഇത് എഴുതിയതെന്ന് ചോദിച്ചാൽ ഷോണി ജി ചിറവിള. പുതിയ എഴുത്തുകാരനാണ്. ഷോണി ജി ചിറവിളയാണ് ഈ 11 ചെറുകഥകളുടെ സമാഹാരമായ പെയ്തൊഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ദ സിറ്റി വിത്ത് എ ഡ്യുവൽ ഫേസ്. ആരുടെ കൃതി? ദ സിറ്റി വിത്ത് എ ഡ്യുവൽ ഫേസ് എഴുതിയത് ബെന്യാമിൻ്റെ രചനയാണ്. ബെന്യാമിൻ നമ്മൾ പ്രസിദ്ധനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മഞ്ഞ വിവരണങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധമായ ഇപ്പോൾ സിനിമയായ ആടുജീവിതം ഉൾപ്പെടെ എഴുതിയ ആളാണ്. ദ സിറ്റി വിത്ത് എ ഡ്യുവൽ ഫേസ് എഴുതിയത് ബെന്യാമിനാണ്. പെൺകുഞ്ഞ് 90 നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ്. ഇപ്പം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അത് കവിതയാണ്. ആ കവിത എഴുതിയത് സുഗതകുമാരിയാണ്. പെൺകുഞ്ഞ് 90. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന വിപത്തുകളെക്കുറിച്ച് തന്നെയാണ് പ്രത്യക്ഷത്തിൽ വിമർശനാത്മകമായി പറയുന്നത്. ഒരു പേജിൽ ഇംഗ്ലീഷും അടുത്ത പേജിൽ മലയാളവും തർജ്ജമയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന അരുന്ധതി റോയിയുടെ കൃതി ഏതാണ്? ഒരു പേജിൽ ഇംഗ്ലീഷ്, അടുത്ത പേജിൽ അതിൻ്റെ തർജ്ജമ മലയാളം. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിലെ വിഷയം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യ ശക്തികളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അരുന്ധതി റോയി എഴുതി. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പിന്നെ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളും യുദ്ധങ്ങളും അതിനെക്കുറിച്ചൊക്കെയുള്ള വിശകലനം. അത് കനിവോടെ കൊല്ലുക എന്നാണ് കൃതിയുടെ പേര്. കനിവോടെ കൊല്ലുക. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് എന്നൊക്കെ പറയുന്നത് കനിവോടെ കൊല്ലുക. അടുത്തത് അവനി സേജ്പാൽ ബോസ്റ്റൺ റിവ്യൂവിന് വേണ്ടി അരുന്ധതി റോയിയുമായി നടത്തിയ അഭിമുഖം ഉൾപ്പെട്ട പുസ്തകം ഏതാണ്? അവനി സേജ്പാൽ എന്ന എഴുത്തുകാരൻ ബോസ്റ്റൺ റിവ്യൂ എന്ന മാസികയ്ക്ക് വേണ്ടി അരുന്ധതി റോയിയുമായി ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖം ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകം ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പുസ്തകമാണ്. ഏതാണ്? മലയാളവും ഇംഗ്ലീഷുമായിട്ട് എഴുതിയിട്ടുള്ള കനിവോടെ കൊല്ലുകയില്ല. ആ കനിവോടെ കൊല്ലുക എന്ന സാമ്രാജ്യത്വത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാം എന്നുള്ള ഭാഗത്താണ് ആ ഒരു അഭിമുഖ ഭാഗം ഉള്ളത്. കവിതയിലൂടെ ദേശത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന കാവ്യപ്രകൃതി പി കവിതകളിലെ ദേശസങ്കല്പം. കാവ്യപ്രകൃതി പി കവിതകളിലെ, പി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ട് പി കുഞ്ഞിരാമനാണ്. പി കവിതകളിലെ ദേശസങ്കല്പം എന്ന കൃതി രചിച്ചത് ആരാണ്? കവിതയിലൂടെ ദേശത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന കാവ്യപ്രകൃതി പി കവിതകളിലെ ദേശസങ്കല്പം എന്ന കൃതി രചിച്ചത് ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുത്തച്ഛൻ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം എഴുതിയത് ആരാണ്? മുത്തച്ഛൻ എന്ന പേരിൽ പലരും എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ ശ്രീധരൻ ശങ്കരനെല്ലൂർ എന്നൊരു കവി. ഇപ്പോൾ ഈ കാലത്ത് ശ്രീധരൻ ശങ്കരനെല്ലൂർ എഴുതിയ മുത്തച്ഛൻ എന്ന കവിതാ സമാഹാരം. ഇപ്പോൾ ഓപ്ഷനിൽ ശ്രീധരൻ ശങ്കരനെല്ലൂർ ഉണ്ടെങ്കിൽ മുത്തച്ഛൻ എന്ന കവിതാ സമാഹാരം അദ്ദേഹത്തിൻ്റെയാണെന്ന് തിരിച്ചറിയുക. അതുപോലെ ആദിചേരൻ, അതൊരു ചരിത്ര നോവലാണ്. ചരിത്ര നോവലുകൾ ഇഷ്ടംപോലെ നമ്മുടെ
സാഹിത്യരംഗത്ത് സി വി രാമൻപിള്ള മുതൽ സർദാർ കെ എം പണിക്കരിലൂടെ ഇങ്ങനെ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആദിചേരൻ എന്ന ചരിത്ര നോവൽ ഡോക്ടർ മോഹൻ വർഗീസ് രചിച്ചിരിക്കുന്നു. ഈയിടെ അത് വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആദിചേരൻ എന്ന ചരിത്ര നോവൽ ഡോക്ടർ മോഹൻ വർഗീസിൻ്റെ. ബിജു എന്ന കവിത അതൊരു ഓർമ്മ പുസ്തകമാണ്. ബിജു എന്ന കവിത എന്ന ഓർമ്മ പുസ്തകം കവിയെക്കുറിച്ചുള്ള സ്മരണയാണ്. ആ ഓർമ്മ പുസ്തകം എഡിറ്റ് ചെയ്തത് ആരൊക്കെ ചേർന്ന്? ബിജു എന്ന കവിത എന്ന ഓർമ്മ പുസ്തകം എഡിറ്റ് ചെയ്തത് അംബികാസുധൻ മങ്ങാടും EP രാജഗോപാലനും. EP രാജഗോപാലനും അംബികാസുധൻ മങ്ങാടും ചേർന്നാണ് ബിജു എന്ന കവിത എന്ന ഓർമ്മ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. ഇനി ഒരു ചോദ്യം കൂടെ നൽകാം. ഇടയ്ക്ക് ഞാൻ കുമാരു എന്നൊരു നോവല് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് പലരും ഉത്തരം തന്നിട്ടുണ്ട്. ശരിയായിട്ട് ചിലർക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. പ്രതികരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ ക്രിയാത്മകമായി പ്രതികരിക്കുക. ഡോക്ടർ MA സിദ്ദീഖിൻ്റെ രചനയാണെന്നുള്ളത് ശരി ഉത്തരം എഴുതി കിട്ടപ്പെട്ടത് കണ്ടു. ഏറെ സന്തോഷം. അപ്പോൾ ഇനി അതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് അതുപോലെ തന്നെ കുറച്ച് പേര് ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറയാമോ, അതുപോലെ തന്നെ ഏരിയ തിരിച്ച് ഉള്ള ക്ലാസ്സുകൾ കൂടുതൽ തരാമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഏരിയ തിരിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാകരണത്തിൻ്റെ മേഖല തിരിച്ചുള്ള ക്ലാസ് വേണമെന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കാരകമായിട്ട് ബന്ധപ്പെട്ട് വിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രത്യേക ക്ലാസ്സുകൾ ചാനലിലുണ്ട്. നിങ്ങൾ മലയാളം അധികാവോളം എന്ന ചാനൽ പ്രത്യേകമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതെല്ലാം നിങ്ങൾക്ക് കാണാനും ക്ലാസ്സുകൾ കേൾക്കാനും കഴിയുകയുള്ളൂ എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം UGC നെറ്റ് സെറ്റ് ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ശരി, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചോദ്യം കൂടെ പറയാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ മറുകടയാളം എന്ന പേരിൽ നോവൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കാം. മറുകടയാളം എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളത് കണ്ടെത്തി. ഓക്കെ.